നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രം. പൂച്ചനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. വാർത്തകൾ വിശദമായി. ചൊവ്വൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. ചൊവ്വൂർ ഇറക്കത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:15 അപകടമുണ്ടായത്. ചെറുപ്പ് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ് റോഡിന്റെ അരകുവശത്ത് നിർത്തിയെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് ഇതിലുണ്ടായിരുന്ന യാത്രക്കാരനെ പുറത്തെടുത്തത്. ചൊവ്വൂർ സ്വദേശി മൊഴിപ്പറമ്പിൽ വീട്ടിൽ ദേവസിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ചെന്ത്രാപ്പിനി ലൈഫ് ഗാർഡ് ആംബുലൻസ് പ്രവർത്തകർ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു അപകട കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ചെന്ത്രാപ്പിനി ലൈഫ് ഗാർഡ് പ്രവർത്തകർ ചൊവ്വൂരിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രം. ഞായറാഴ്ച രാവിലെ 6:30-നും 8-നും വിശുദ്ധ കുർബാന നടന്നു. രാവിലെ 10-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിന്യൂർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വെളപ്പായ പള്ളി വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ മുഖ്യ കാർമ്മികനായി. തുടർന്നുള്ള തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രദക്ഷിണം വൈകിട്ട് 7 മണിയോടെ പള്ളിയിൽ സമാപിച്ചു. ഡിസംബർ 3 ബുധനാഴ്ചയാണ് വിശുദ്ധന്റെ ഊട്ട് തിരുനാൾ. രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം നേർച്ച ഊട്ട് ആശീർവാദം നടക്കും. രാവിലെ 9-ന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മനക്കൊടി സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികനാകും. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചിയാറാം ഗലീലിയിലെ ഫാദർ ഡോക്ടർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് കപ്പേളയിലേക്ക് നടക്കുന്ന പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. പൂച്ചിന്നിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. നിരവധി വിശ്വാസികളാണ് തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ മുഖ്യ കാർമ്മികനായി. രാവിലെ 10-ന് തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഹൌസിലെ ഫാദർ ലിൻസ്റ്റൺ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന നടന്നു. കത്തോലിക്ക മീഡിയ ഡയറക്ടർ ഫാദർ അൽജോ കരരേക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 3:30 ഇടവക വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന നടന്നു. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് സമാപന ആശീർവാദവും ഉണ്ടായി. നിരവധി വിശ്വാസികളാണ് തിരുനാൾ ആഘോഷത്തിൽ പങ്കാളികളായത്. ഡിസംബർ 1-ന് തിങ്കളാഴ്ച തൃശൂർ ഇവാൻസ് ബീറ്റ് ഒരുക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. കൈക്കാരന്മാരായ ജെൻസൺ ആലപ്പാട്ട്, ബാബു അരണാട്ടുകരക്കാരൻ, ജോണി തട്ടിൽക്കാട, ജനറൽ കൺവീനർ ആന്റണി എലുവത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അലിദ റോയ് ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ് ബാങ്ക് പണിയെടുത്ത് ഒപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ അക്കൗണ്ട് നമ്പർ തെളിഞ്ഞിട്ടുണ്ടോ. അക്കൗണ്ട് നമ്പർ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകത എന്താണ്, അതൊന്ന് കൈകൊണ്ട് പേന കൊണ്ടൊന്ന്
തെളിയിപ്പിക്കുക. പേനോട് തെളിയിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ക്ഷേമനിധിയിലേക്ക് ആനുകൂല്യത്തിന് വെക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കോപ്പിയിൽ പേന കൊണ്ട് നമ്മൾ കൈകൊണ്ട് എഴുതാൻ പാടില്ല. അത് IFSC കോഡ് തെളിഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ബാങ്കിൽ പോയിട്ട് അതിൻ്റെ പിടിത്തരെ പെട്ടെന്ന് എടുത്തു തരും. ഇത്രയും കാര്യം കഴിഞ്ഞ് ഒരു 100 രൂപയുടെ സാക്ഷ്യപത്രം കൂടി വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ ഫോം റെഡി. ഇത് തന്നെയാണ് ഇന്നത്തെ ക്യാഷ് അവാർഡിന് ഈ സെറ്റ് വെക്കുക. അങ്ങനെ രണ്ടും 2 സെറ്റ്. ഇത് കഴിഞ്ഞ് ഈ കുട്ടി +1 കഴിഞ്ഞ് +2ലേക്ക് കയറുമ്പോൾ ചിലർ പറയുന്നുണ്ട് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് +1ലേക്ക് മാർക്ക് കുറവാണ്. +1ൽ മാർക്ക് കുറവാണ്. കാരണം നിസ്സാര മാർക്കുള്ളൂ, 15 12 0 അത് കാരണം +2ലേക്ക് ഞാൻ വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വെക്കാം. എന്താ കാരണം? +2ലേക്ക് വെക്കുമ്പോൾ SSLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റാണ് വെക്കിൻ്റെ. SSLCയുടെ മാർക്ക് ലിസ്റ്റാണ് വെക്കിൻ്റെ. അതിന് +1ൽ വെക്കണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മെമ്പർമാർക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായി ഇതേ സെറ്റുകൾ തന്നെ +2ലേക്ക് കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ വിതിൻ 90 അതായത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം. ഈ രേഖകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രേഖകളെല്ലാം വെച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി അനിത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സ്മിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോസഫോൻ, പഴയകാല പ്രവർത്തകരായ സരസ, വാസന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, യൂണിറ്റ് പ്രതിനിധികൾ സുരേന്ദ്രൻ, ഷൈനി, രമണി എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 17, 18 വാർഡുകളിൽ ഗൃഹസന്ദർശനവുമായി UDF. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായുള്ള പ്രചരണമാണ് UDF സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി PS ഫൈസൽ, 18-ാം വാർഡ് സ്ഥാനാർത്ഥി മജീദ് മുത്തുള്ളിയാൽ, ചേർപ്പ് ബ്ലോക്ക് 8 ഡിവിഷൻ സ്ഥാനാർത്ഥി ഷൈഫിദ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് പറപ്പുകര ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല ഹരിദാസ് എന്നിവരാണ് ഗൃഹസന്ദർശനം നടത്തിയത്. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK അബ്ദുൽ സലാം ഗൃഹസന്ദർശനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടായ കാലഘട്ടം മുതൽ ചേർപ്പ് പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണമാണ് നിലനിന്ന് പോരുന്നത്. ഇത്തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. അത് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരായി 17-ാം വാർഡിലും 18-ാം വാർഡിലും ചില സ്വതന്ത്രന്മാർ നിൽക്കുന്നത് അവരുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ജനാധിപത്യം അദ്ദേഹം സംരക്ഷിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ സ്ഥിതി കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും മതവിശ്വാസികളും ഈ ഗവൺമെൻറ് ആരും തന്നെ വോട്ട് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചേർപ്പ് പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരും. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വരും. കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി 18 സീറ്റിൽ ഇവിടെ ജയിക്കാൻ സാധ്യത എന്ന് കാണുന്നുണ്ട്. അതുപോലെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട്. DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK അശോകൻ, ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കബീർ, PM അലി, CM കരീം, TV സുജിത്ത്, KG മണികണ്ഠൻ, KJ സുദർശൻ എന്നിവർ ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകി. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൊവ്വൂര് പാർത്ഥസാരഥി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു അമ്പലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ അമ്പലത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കൂടുതലായിട്ടും മഹാവിഷ്ണു ക്ഷേത്രമാണ്. ധാരാളം ഭക്തരൊക്കെ, നിരവധി ആളുകളൊക്കെ ഇവിടെ വരികയും ഇവിടുത്തെ ഈ ഒരു ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ജനുവരി മാസമാണ് ഇവിടുത്തെ ഉത്സവം എല്ലാം നടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ മണ്ണിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിന് ഒട്ടും കുറവൊന്നുമില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 3-ാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി അംഗത്തിനിറങ്ങുന്നത് വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം കനക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. 3 മുന്നണികളും പ്രചരണ രംഗത്ത് ഒപ്പത്തിനൊപ്പമാണ്. ചൊവ്വൂരിലെ 3-ാം വാർഡിൽ ഇപ്പോൾ നിൽക്കുന്നതും ഒരു പക്ഷേ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്നത്.
നിലവിൽ ജനങ്ങളുടെ വിഷയങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നിർത്തിയിരിക്കുന്നത്. നല്ലൊരു ഗായികയാണ് കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തായാലും പോവാം. ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഒരു പാട്ടൊക്കെ തുടങ്ങിയാലോ? ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചോരിയേണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണും നിൻ എങ്ങും നിൻ കാലവൈഭവം. പുലരുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വീരൽ തുമ്പിൽ തിരിയുന്നു. എന്നാലും ഉഷാറായിട്ടുണ്ട്. ഈ പ്രാർത്ഥന പോലെ തന്നെയാണല്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ രംഗത്താണ്. പേരടക്കം ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഷാലി ജഗൻ. എൻ്റെ വീട്ടും പേര് മധുര വീട്ടിൽ. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അവരിപ്പോൾ ജോലിയിലാണ്. ഞാൻ ഒട്ടനവധി മേഖലകളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകുവാൻ ഒരു ചാല് കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞതുകൊണ്ട് വിദ്യാർത്ഥികൾ പലപ്പോഴും കരയ്ക്ക് നിന്നിട്ട് മറു സൈഡിലേക്ക് ചൊവ്വൂരുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഹൈസ്കൂളിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞാനതിന് മുൻകൈയെടുത്ത് ഒരു 3 സെൻറ്റ് സ്ഥലം വഴിക്കായിട്ട് വാങ്ങുകയും ഇന്ന് കാണുന്ന ചൊവ്വൂരും പാറക്കോവിലും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് തന്നെ അവിടെ നിർമ്മിക്കാൻ സാധിച്ചു. അതിനു വേണ്ട എല്ലാ വർക്കുകളും ഞാൻ ചെയ്തു. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള താമസിക്കുന്ന എല്ലാവർക്കും ജോലിക്ക് പോകാനും എളുപ്പം ചൊവ്വൂരുക്കായിരുന്നു. അതുകൊണ്ടാണ് വഴി അവിടെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായി നമ്മൾക്ക് ആ സമയത്തുള്ള ഗവൺമെൻറ് പഞ്ചായത്തിൽ നിന്ന് ആ ചാലിന് കുറുകെ ഒരു പാലം ഇടുവാനുള്ള ഒരു തുക അനുവദിക്കുകയും ഇന്ന് കാണുന്ന ആ ഭാഗം ഇത്രയും വികസനപരമായി മാറിയത് അന്നത്തെ ആ വഴി വന്നതോടുകൂടിയാണ്. അന്നത്തേക്ക് ആ പ്രവർത്തന മികവ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വന്നപ്പോൾ ഗുണം ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. ഗുണം ചെയ്യും. അതുമാത്രമല്ല പല മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ട് ഒട്ടനവധി അനുഭവങ്ങളും അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ക്ഷേമമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഒന്നാമത് എൻ്റെ കുടുംബശ്രീ വിശ്വാസ് കുടുംബശ്രീയാണ് ചേർപ്പ് പഞ്ചായത്തിലെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു കുടുംബശ്രീയാണ്. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം. അതിൻ്റെ മുന്നിൽ നിന്ന സാരഥി ഞാനായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ പഞ്ചായത്ത് റോഡുകളിൽ കുണ്ടും കുഴികളും വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടാണ് വൈകിട്ട് വണ്ടികളെല്ലാം വണ്ടി പോകുന്നത് കഴിയണ ആ സമയം നോക്കി കോൺക്രീറ്റ് ചെയ്യിപ്പിക്കും. അത് ഒട്ടനവധി പേര് ബൈക്ക് ഇട്ടിട്ട് വീഴുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബശ്രീയിൽ ഈ ഒരു വാർഡിലെ മുക്കിലും മൂലയിലും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ജയിച്ചു കഴിയുമ്പോൾ ജയിച്ചാൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു പരിഗണന എന്തായിരിക്കും? ആദ്യത്തെ പരിഗണന നമ്മളുടെ റോഡുകൾ, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതായത് സ്ട്രീറ്റ് ലൈറ്റ്, വഴി, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന റൂം, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ജനങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായതുകൊണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഷാലി ചേച്ചിയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു അതാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിൽ, അവർ ആഗ്രഹിക്കണം ആരാണ് സ്ഥാനത്ത് വരേണ്ടതെന്ന് എല്ലാം അവരുടെ കൈകളിലൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഈ കുറി അംഗത്തിനിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള അണിയറ പ്രവർത്തകர்களൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഷാലി ചേച്ചി അടക്കം ഇതിന് എനിക്ക് തോന്നുന്നു ഈ വാർഡിലെ മുക്കിലും മൂലയിലും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുവിധം എല്ലാ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അത് ഒരു വോട്ടായിട്ട് മാറാൻ സാധ്യതയില്ലേ? 100% അത് വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷാലി ചേച്ചി പോലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പള്ളി അടിസ്ഥാനത്തിലായാലും പല സംഘടനകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ, തൊഴിലുറപ്പ് മേഖല, പിന്നെ പഞ്ചായത്ത് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വീടുകളായിട്ടും ഇവിടെ നാട്ടുകാരായിട്ടും കൂടുതൽ അടുത്ത ബന്ധമുള്ള ഒരു ആളാണ് ഷാലി ചേച്ചി. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒരു പ്രോത്സാഹനം തന്നുകൊണ്ടാണ് നമ്മളും അതേ വർക്കിൽ പോയി നാട്ടിൽ നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നല്ല പോസിറ്റീവായുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ആവേശം എത്രത്തോളം? ഭയങ്കര ആവേശമാണല്ലോ ജനങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഷാലി ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. കാരണം ഷാലി ചേച്ചി എല്ലാവരും അറിയാമല്ലോ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഷാലി ചേച്ചി അറിയാവുന്ന പോണോടത്ത് മുഴുവനും എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്.
പിന്നെ മാത്രമല്ല ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണല്ലോ. ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. കാരണം പണ്ടത്തെ പോലെയല്ല. പണ്ട് ചിഹ്നം കാണുമ്പോൾ കുത്തുന്ന ജനങ്ങളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. എല്ലാവരും അത് ഞങ്ങൾ പോകുന്ന വീടുകളെല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്തിൽ നല്ലൊരു മാറ്റം വേണമെന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ട് ആൾ കുറേ ഇടത് വലത് മുന്നണികൾ ഈ നാടിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചന്ത എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വളരെ ശോചനീയമായുള്ളൊരവസ്ഥയാണ് ചന്ത. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാള് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഈ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതിൻ്റെ വികസനങ്ങൾക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് മറ്റ് മെമ്പർമാരൊന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് ഇതാണ്, അതായത് കോൺഗ്രസിന്റെ കുത്തക ഒരു വാർഡ് തന്നെയാണ് നിലവിൽ. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു പ്രയത്നം തന്നെ വേണ്ടി വരില്ലേ? കുറച്ച് തീർച്ചയായിട്ടും കുറച്ചൊരു പ്രയത്നം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അനുസരിച്ച് ഇവിടെ BJPക്ക് വോട്ട് ഇത്തിരി കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് സുരേഷ് ഗോപിക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല വോട്ട് ശതമാനോട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ഷാലിജി ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അണിയറയിലുള്ള പ്രത്യേകിച്ച് ഈ പ്രവർത്തകർ അടക്കം ഷാലി ചേച്ചി അടക്കം വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ എത്ര ഘട്ടമായി? 2 ഘട്ടമായോ? 2 ഘട്ടമായി. ഇനിയിപ്പോൾ ഇങ്ങനെ 8 വട്ടമൊക്കെ ഇങ്ങനെ പോകണമെന്നുള്ള വലിയ പ്രതീക്ഷയിലേക്കാണെന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിങ്ങനെ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സ്ഥാനാർത്ഥികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. വീട്ടിൽ പോയിട്ട് എങ്ങനെ കൈവേദന കാലുവേദനയൊക്കെ ഉണ്ടോ? ഇല്ല, അതെല്ലാം ഈ ആവേശത്തിൽ ഒന്നുമല്ല. ഇത്തരം ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലാണ്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ നല്ല രീതിയിൽ തന്നെയാണ് മത്സര രംഗത്ത് അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം മറ്റൊരു പഞ്ചായത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം. ആനക്കല്ലിൽ മരക്കമ്പനിയിൽ തീപിടുത്തം. തൃശൂർ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ആനക്കല്ല് സ്വദേശി ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തീപിടുത്ത വിവരമറിഞ്ഞ തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, സീനിയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജി അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ ശ്രമത്തിനൊടുവിൽ തീപിടുത്തം പൂർണ്ണമായും അണയ്ക്കുകയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VS സുധൻ, K പ്രകാശൻ, VV ജിമോദ്, ഷജിൻ S രാജ് എന്നിവരും അഗ്നിരക്ഷാസേനയിൽ ഉണ്ടായിരുന്നു. ചൊവ്വൂർ പാറക്കോവിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2-ാം പ്രതിക്ക് ജീവപര്യന്ത കഠിന തടവും 9 വർഷം തടവും ശിക്ഷ. പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാഗേഷിനെയാണ് കോടതി ശിക്ഷിച്ചത്. തൈക്കാടുശ്ശേരി സ്വദേശി കൈതാറൻ വീട്ടിൽ 30 വയസ്സുള്ള വിജീഷ് കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷാവിധിയുണ്ടായത്. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ ജഡ്ജി K കമനീസാണ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം കഠിന തടവിനും 9 വർഷം തടവിനുമൊപ്പം പ്രതി 6 ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും വേണം. 2020 സെപ്റ്റംബർ 13 രാത്രി 9:30-ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിജീഷ് തന്റെ സുഹൃത്തുക്കളായ പ്രിയൻ, ജയൻ എന്നിവർക്കൊപ്പം നടന്നു പോവുകയായിരുന്നു. ഇതിനിടെ പാറക്കോവിൽ ജംഗ്ഷനിലെ കിണറിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്. കേസിൽ പ്രതികളായ പാറേക്കോവ് തുരുത്തിയിൽ അജയനും രാഗേഷും പൊതുസ്ഥലത്ത് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന വിവരം കൊല്ലപ്പെട്ട വിജീഷിന്റെ സുഹൃത്ത് പ്രിയൻ പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രിയനെ വധിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. സംഭവ ദിവസം രാത്രി പ്രിയനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ വിജീഷിന് വയറ്റിൽ കുത്തേൽക്കുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവാണ് മരണത്തിനിടയാക്കിയത്. ചെയർപേഴ്സൺ ആയിരുന്ന NK ഉണ്ണികൃഷ്ണൻ പ്രതികളെ അറസ്റ്റ് ചെയ്തു. SHO TV ഷിബുവാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. SI ദിലീപ്, ASI സരസപ്പൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. ലൈസൺ ഓഫീസർ അജീഷ്, CPO അൻവർ എന്നിവരാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കിയത്. തൃശൂർ ജില്ലയിൽ നിയമലംഘനം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കടിഞ്ഞാണിടാൻ കളക്ടർ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നൽകിയത്. പതിവായി സ്വകാര്യ ബസ്സുകൾ നിയമലംഘനം നടത്തുന്നതായ പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടലുണ്ടായത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതയും ലഹരി ഉപയോഗിക്കുന്ന ജീവനക്കാരും അമിത ശബ്ദമുള്ള ഹോൺ ഉപയോഗവും തുടങ്ങിയ പരാതികൾ
പരാതികൾ കൂടിയതോടെ ഇത്തരം ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ, റൂറൽ ജില്ലാ പോലീസ് മേധാവി, RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കലക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. നിയമലംഘനം നടത്തുന്ന ജീവനക്കാരുടെ ലൈസൻസും ബസ്സുകളുടെ പെർമിറ്റും റദ്ദാക്കും. ആവശ്യമുള്ള റൂട്ടുകളുടെ സമയക്രമം ഉടൻ പുതുക്കി നിശ്ചയിക്കും എന്നിവയാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുമായി സുരക്ഷയ്ക്കായി ജില്ലാ കലക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാത്രമുണ്ടായത് നിരവധി അപകടങ്ങളാണ്. ഏതാനും മനുഷ്യരുടെ ജീവൻ അപകടത്തിൽ പൊലിയുകയും ചെയ്തു. നിരവധി പേർ പരിക്കിന്റെ പിടിയിലുമായി. കഴിഞ്ഞ ഞായറാഴ്ച പാലക്കലിൽ ബൈക്ക് യാത്രികനെ സ്വകാര്യ ബസ് ഡ്രൈവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അപകടമുണ്ടാക്കും വിധം തന്റെ വാഹനത്തെ മറികടന്നതിനെ ബൈക്ക് യാത്രികൻ ചോദ്യം ചെയ്തതാണ് ബസ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഊരകത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കയറി പൂച്ചിനിപ്പാടം സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചിരുന്നു. ഇതിന് പിന്നാലെ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനത്തിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ചയും ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തിന് പിന്നാലെ ശനിയാഴ്ച വൈകിട്ട് ചേർപ്പ് തായംകുളങ്ങരയിലും സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ നിയമലംഘനം നടന്നു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ ബസ് തട്ടിയെങ്കിലും യാത്രികൻ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം കൊണ്ടു മാത്രമാണ്. ഏതായാലും സംഭവത്തിൽ സ്വകാര്യ ബസ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നിരീക്ഷണം ശക്തമാക്കുന്നതിലൂടെ നിയമലംഘനം പൂർണ്ണമായും തടയാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടൊപ്പം സമയക്രമം പാലിക്കാനുള്ള ഊട്ടത്തിന്റെ പേരിൽ ചില കുടുംബങ്ങളെങ്കിലും അനാഥമാക്കപ്പെടുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ബസ്സുടമകളും ജീവനക്കാരും തിരിച്ചറിയണമെന്നും നാട്ടുകാർ പറയുന്നു. പള്ളിപ്പുറം സ്വദേശി മാവിൻചോട്ടിൽ വീട്ടിൽ വേലായുധൻ മകൻ ഷൺമുഖൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8-ന് വടൂക്കര ശ്മശാനത്തിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രം. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.